അടിപൊളി ഒരു വ്യൂ പോയിന്റ്, നല്ലൊരു ആനവണ്ടി വരുന്നുണ്ട്. കോഴിക്കോട് TT. നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ കേട്ടോ. താഴേക്ക് നന്നായിട്ട് കാണാം. ദൂരെ ഗംഭീര ബിൽഡിങ്ങും സ്ട്രക്ചറുകളൊക്കെ കാണാനുണ്ട്. സാരഥി ഹരീഷാണ്. ഹരീഷേ, എങ്ങനെയുണ്ട്? വന്ന വഴിയൊക്കെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇപ്പം വളവ് തുടങ്ങിയത് മുതൽ നല്ല റോഡാണ്. വയനാട് ചുരം തുടങ്ങിയത് മുതൽ നല്ല റോഡാണ്. റോഡൊക്കെ ഒരുവിധം നല്ല വൃത്തിയിലും കുഴികളൊക്കെ വൃത്തിയിലും കുഴിയൊക്കെ അടച്ച് നല്ല വീതിയൊക്കെ ആക്കിയിട്ടുണ്ട്. പണ്ടൊന്നും ഇത്ര ഉണ്ടാവില്ല, നല്ല റിസ്ക് റോഡായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട്ടിലേക്കാണ്. വയനാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ മധുസൂദനൻ സാറും സുഹൃത്ത് ഹരീഷും ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു അടിപൊളി ട്രിപ്പ് പോകണം. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ താമരശ്ശേരി ചുരം കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. മധുസൂദനൻ സാറൊക്കെ ആണെങ്കിൽ കാലങ്ങളായിട്ട് ഈ താമരശ്ശേരി ചുരമൊക്കെ പോയിട്ട് നല്ല അനുഭവമുള്ള ആളാണ്. ഇപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ താഴ്ഭാഗം അടിവാരത്തെത്തിയിരിക്കുകയാണ്. അടിവാരത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. എന്താണ്, നോളജ് സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയാലോ, വലിയൊരു ഫ്ലെക്സ് ബോർഡ് അവിടെ കാണാം. ഓക്കെ, നമ്മൾ അടിവാരത്തെത്തി. നമ്മുടെ സാരഥി ഹരീഷാണ് താമരശ്ശേരി ചുരം നമ്മളെ ഒന്ന് ഓടിച്ച് കയറ്റുന്ന ആൾ. സാരഥി അല്ല ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അയ്യോ ഒരു കുട്ടി വണ്ടർ മുകളിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചുരം കയറി തുടങ്ങി കേട്ടോ. AC കുറച്ചധികം ഓഫായിക്കോ, അല്ല ഗ്ലാസ് തുറന്നോളൂ. അപ്പോൾ നമ്മൾ ചുരം കയറി തുടങ്ങി. ചെറിയ ചെറിയ വളവുകളൊക്കെ ആയി തുടങ്ങി. നമ്മൾ AC ഓഫാക്കിയപ്പോൾ ചൂടും വന്നു. ഗംഭീര പരസ്യബോർഡാണ് നല്ല വളവിൽ. ഈ സൈഡിൽ മറ്റേ തോട്ടപ്പേർ, വലിയൊരു മരം. വെച്ചിട്ടോ അതെ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഹെയർപിൻ ബെൻഡുകൾ ഓരോന്നായിട്ട് കയറി തുടങ്ങിയിരിക്കുകയാണ്. മുമ്പിലൊരു ബസ് വന്നിട്ടുണ്ട്. അതാ ലല്ലാസ് ടൂർസ് ആൻഡ് ടൂർ പ്ലാനേഴ്സ് മലപ്പുറം. ബസ് വളവ് കയറി മുകളിലേക്ക് പോകണം. ഗൈസ്, ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ദൂരെ നല്ല മലനിരകളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഈ താമരശ്ശേരി ചുരം വയനാട് ചുരം എന്നും അറിയപ്പെടും കേട്ടോ. ഇത് നാഷണൽ ഹൈവേ 766 ഭാഗമാണ്. കോഴിക്കോട് നിന്നൊക്കെ ഉള്ള ബസ്സുകൾ, മൈസൂർക്കൊക്കെ ഉള്ള ബസ്സുകൾ ഇതുകൂടെയാണ് കേട്ടോ പോവാം. ഈ താമരശ്ശേരി ചുരം കംപ്ലീറ്റ് ആയിട്ടുള്ളതും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ആദ്യകാലത്തെ കുതിര സവാരി ചെയ്തിട്ട് വയനാട്ടിലെത്താൻ തക്ക തരത്തിലുള്ള റോഡാണ് ഉണ്ടായിരുന്നത്. പിന്നീടത് റോഡായി, സാധാരണ വലിയ റോഡായി. പിന്നീട് നാഷണൽ ഹൈവേയുടെ ഭാഗമായി മാറി കേട്ടോ. ഇപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അടിവാരം എന്ന സ്ഥലത്തു നിന്നാണ് ഈ താമരശ്ശേരി ചുരം തുടങ്ങുന്നത്. ഇത് ഏകദേശം 12 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇത് വയനാട് എത്തി വയനാട്ടിലെ ലക്കിടിയിലാണ് ഈ ചുരം അവസാനിക്കുന്നത്. ഇതിൽ ഏകദേശം 9 വലിയ ഹെയർപിൻ ബെൻഡുകളാണ് ഇവിടെ ഉള്ളത്. ചുരം കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഏകദേശം 2625 അടി ഉയരത്തിൽ നമ്മൾ എത്തിച്ചേരും കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല വിശാലമായ വ്യൂ കിട്ടും. നല്ലൊരു വ്യൂ പോയിൻ്റാണ് പറയുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 55 കിലോമീറ്റർ അകലെയുള്ള കടൽ വരെ കാണാമെന്നുള്ളതാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടാവണമെന്ന് മാത്രം. ചുരം പാത തുടങ്ങുന്ന ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ 2 സൈഡും
സ്വകാര്യ ഭൂമികളാണെങ്കിൽ പിന്നെ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു വശം കാടും മറുവശം സ്വകാര്യ ഭൂമിയായി മാറും. പിന്നീട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡും കാട് തന്നെ. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് കാടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കാട്. ചിലപ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ട്, പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും കുരങ്ങന്മാരൊക്കെ വഴി ധാരാളം കാണും ചെയ്യും. നമ്മളിപ്പോൾ യാത്രയിൽ നിറയെ കുരങ്ങന്മാരെ കണ്ടിരുന്നു. നമ്മളിപ്പോൾ പോകുമ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ ചുരത്തിൽ. കുറച്ച് വാഹനങ്ങളുള്ളൂ. ചില സമയത്തൊക്കെയാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വലിയ വലിയ ബ്ലോക്ക് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു വ്യൂ പോയിൻ്റ് പോലെ ഒരു സ്ഥലത്ത് എത്തിക്കണം. ഇവിടെ അധികം വണ്ടി ചെയ്താൽ അധികം സ്ഥലമൊന്നുമില്ല. അത് അധികം ആളുകളൊന്നും നിൽക്കണില്ല. എങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പട്ടാളപ്പാതയായിരുന്നത് പിന്നീട് ബ്രിട്ടീഷുകാർ വികസിപ്പിക്കുകയായിരുന്നു കേട്ടോ. ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് ഇത് ഈ വഴി കാണിച്ചു കൊടുത്ത് ഈ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തത് കരിന്തണ്ടൻ എന്ന് പറഞ്ഞൊരു ആദിവാസിയായിരുന്നു. റോഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ പേര് കരിന്തണ്ടന് പോകുമെന്നൊക്കെ പറയുന്നിട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊല്ലാണ്ടായെന്നാണ് ഇവിടുത്തെ ചരിത്രം. അങ്ങനെയാണ് ഐതിഹ്യം. എന്നിട്ട് നമ്മൾ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു മരം മുകളിലുണ്ട്. ചങ്ങരമരം എന്നാണ് അറിയപ്പെടുക. ഈ ചുരം കയറി മുകളിലെത്തി കഴിഞ്ഞാൽ ലക്കിടിയിലാണത് കാണുക. ഇപ്പോൾ ഈ റോഡ് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഡ്രൈവിങ്ങൊക്കെ വളരെ എളുപ്പമാണ്. ഇത് നമ്മുടെ കാറ് കൂടാണ്ട് ധാരാളം വാഹനങ്ങൾ ഇത് കൂടെ വരുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സുകളുണ്ട്. KSRTCയുടെ ഒക്കെ നിറയെ ബസ്സുകളാണ് ഈ വഴിക്ക് സർവീസ് നടത്തുന്നത്. മറ്റേ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റയൊക്കെ ആയിട്ട്. അപ്പോൾ വയനാട്ടിലേക്കുള്ള നല്ലൊരു കാറിനെ വേണമെന്നില്ല, നമുക്ക് സുഖമായിട്ട് ബസ്സിൽ നിങ്ങളുടെ യാത്ര ചെയ്ത് വരാൻ പറ്റും. റോഡ് നല്ല ടാറിങ്ങാണ്, അത്യാവശ്യം വീതിയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റ് ഹൈവേകളെ പോലെ 4 വരി അല്ല എന്ന് മാത്രം. 4 വരിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ വനംവകുപ്പിൻ്റെ നിന്ന് ഭൂമിയൊക്കെ വിട്ടിട്ട് വേണം. അതൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ 2 വരി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ട് വലിയ വലിയ വാഹനങ്ങളുടെ പിന്നിലൊക്കെ പെടും. ഇപ്പോൾ നമ്മളൊരു ലോറിയുടെ പിന്നിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ലോറി ഹെവി ലോഡാണ്. അതുകൊണ്ട് ലോറി മെല്ലെ പോകണുള്ളൂ. അപ്പോൾ ലോറി പോകുമ്പോൾ കാണാം അതിൻ്റെ പിന്നിൽ തന്നെ വേറെ 3 വണ്ടികളുണ്ട്. അതിൻ്റെ പിന്നിലാണ് നമ്മൾ. അപ്പോൾ അവരിങ്ങനെ കയറ്റം കാണാമല്ലോ, നല്ലൊരു കയറ്റമാണ്. കയറ്റം ഇങ്ങനെ അരിച്ചരിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. ചില സമയത്ത് ആളുകൾ തിരക്കൂട്ടി വളവിലൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കും. അതെന്തെങ്കിലും അപകടത്തിലോ പ്രശ്നത്തിലൊക്കെ ചെന്ന് വിടും. അത് പിന്നെ ബാക്കി കംപ്ലീറ്റ് ബ്ലോക്കാക്കി മാറ്റും അവിടെ. നമ്മൾ കുറച്ച് നേരമായിട്ട് ഈ ലോറിയുടെ പിന്നിൽ തന്നെയാണ്. നമുക്ക് മുന്നിലേക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാറ് ഇത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മുമ്പിലത്തെ ഒരു കാറ്. നമ്മളിപ്പോൾ ഒരു കാറിനെ നമ്മൾ ഓവർടേക്ക് ചെയ്തു. നമ്മുടെ മുമ്പിലുള്ള 2 കാറുകളുണ്ട്. അപ്പോൾ അവർ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. കാറുകാർക്ക് ചിലപ്പോൾ സ്പീഡിൽ മറികടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പിന്നെ പോകും. ഇപ്പോൾ നമ്മൾ ഗംഭീരനൊരു ഹെയർ പിൻ ബെൻഡിലേക്ക് പോവാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടോ. ആ വലിയ പിടുകൂട്ടൻ ഡോറിനെ ഓവർടേക്ക് ചെയ്തു. വലതുവശത്ത് കാണുന്ന കെട്ട് വലിയൊരു ഹെയർ പിൻ ബെൻഡിൻ്റെയാണ്. നമ്മളിപ്പോൾ ആ ഹെയർ പിൻ ബെൻഡ് കയറാൻ പോകാൻ കേട്ടോ. നമ്മളത് തിരിഞ്ഞു. ഓക്കെ, ഇവിടെ നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാവകാശം മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ വീണ്ടും ഒരു ബെൻഡ് വന്നിരിക്കുകയാണ്. ആ ബെൻഡ് കയറി നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ കയറ്റമാണ് കേട്ടോ. കയറ്റം കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് നല്ല വ്യൂ കാണാം കേട്ടോ. മലകൾ, മലമടക്കുകൾ, താഴെ കുറേ കടകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ സൈഡിൽ ഉടനീളം കെട്ടുകളുണ്ട്. കെട്ടുകൾക്കാണെങ്കിൽ നല്ല മഞ്ഞ കറുപ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ നല്ല കാഴ്ചയ്ക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അവിടെ വണ്ടി നിർത്താനൊക്കെ സൗകര്യമുണ്ട്. വീണ്ടും ചെറിയ ബെൻഡും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ വലതുവശത്താണ് വ്യൂ ഉള്ളത്. ഇപ്പം നമ്മളുള്ള ഈ ഭാഗം 2 സൈഡും വനം തന്നെയാണെന്ന് തോന്നുന്നത്. നല്ല വനത്തിൻ്റെ ലുക്ക് തന്നെയാണുള്ളത്. സ്വാഭാവികമായിട്ട് വളർന്നു നിൽക്കുന്ന മരങ്ങൾ, സൈഡിൽ പന്നൽ ചെടികളൊക്കെ ഉണ്ട്. ചൂരിൽ പോലുള്ള മരങ്ങളൊക്കെയാണ്. വീതി ഇവിടെ കുറവാണ് കേട്ടോ. എങ്കിലും ലെഫ്റ്റ് സൈഡിലൊക്കെ മഞ്ഞ വരച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി കുഴി പോയി ചാടാതിരിക്കാൻ ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ ചെറിയൊരു ബ്ലോക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ചുരത്തിൽ. നിറയെ വണ്ടികൾ, നല്ല ട്രാഫിക് ഇപ്പോൾ ഉണ്ട്. ഇവിടെ അല്ലേ സാറേ, നല്ലൊരു കയറ്റാണ്. ഒരു ഹെയർ പിൻ ബെൻഡുമാണ്. ഓക്കെ, ഹെയർ പിൻ ബെൻഡ് നമ്പർ 6 എന്ന് കാണാണ്ട് ഒരു ഹെയർ പിൻ ബെൻഡ് കടന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ മുമ്പിൽ ടോറസ് പോകുന്നുണ്ട്. ടോറസ് മെല്ലെ പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ ബ്ലോക്ക് വന്നിട്ടില്ല. ടോറസിന് അത്ര സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. അത് കുരങ്ങന്മാർ, സൈഡിൽ കുരങ്ങന്മാരുണ്ട്. ആയിരിക്കുന്നത് കുരങ്ങനൊക്കെ ഉണ്ട്. ഇതെവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആയിരിക്കുന്ന കുരങ്ങ. സൈഡിലൊക്കെ കുരങ്ങന്മാരിക്കുന്നുണ്ട്.
അടിപൊളി. ഒരു ബസ്, കോഴിക്കോടേക്കുള്ള ബസ്സാണ്, ഓർഡിനറി. നമ്മുടെ മുമ്പിൽ ടോറസ് പതുക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ ഇപ്പോൾ രണ്ട് സൈഡിലും ഇതുണ്ട്, ഫോറസ്റ്റ് തന്നെയാണല്ലോ അല്ലേ ഈ ഭാഗത്ത്? നേരത്തെ കുറച്ച് ഭാഗത്ത് ഒരു സൈഡിൽ നാടും മറു സൈഡിൽ ഫോറസ്റ്റ് ആയിരുന്നു. വലിയൊരു പാറക്കെട്ട് കാണാനുണ്ട്. പാറക്കെട്ടിൽ പോകുന്ന ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട് കേട്ടോ. ചെറിയ ഉറവുകളും അരുവികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വലിയ വലിയ മരങ്ങൾ ഇവിടെ ഉണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഈ ചുരത്തിൽ ഒരു പുലി ഇറങ്ങി വേണ്ട വാർത്ത ഉണ്ട് കേട്ടോ. പുലിയോ കടുവക്കുട്ടിയോ എന്ന് തോന്നുന്നു, അങ്ങനെ വാർത്ത കണ്ടിരുന്നു. പടുകൂറ്റൻ ടോറസാണ് മുമ്പിൽ പോണത്. എന്തായാലും ക്ലച്ചൊക്കെ അല്ല ബ്രേക്ക് ലൈനറോ എന്തോ കരിയണ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ടോറസിന് ഓവർടേക്ക് ചെയ്യാണ്. ഒരു കുരങ്ങൻ റോഡ് സൈഡിൽ. വീണ്ടും നിറയെ കുരങ്ങന്മാർ റോഡ് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവന്മാർ പലപ്പോഴും റോഡിൻ്റെ നടുക്കിലേക്ക് തന്നെ ഇറങ്ങി വരും. ചിലപ്പോഴൊക്കെ വണ്ടി തട്ടിയിട്ട് ഇവന്മാരുടെ ജീവനും പോവും. ഇപ്പോൾ യാത്രക്കാരൊക്കെ ധാരാളം നിറയെ ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊടുത്തിട്ട് കുരങ്ങന്മാർ അവരെ സ്വാഭാവികമായ ഇരതേടലൊക്കെ അവസാനിപ്പിച്ചു. ഇപ്പോൾ മനുഷ്യന്മാർ വരുമ്പോൾ അവരെ നോക്കിയിരിക്കുക, അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കുക, കഴിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കുരങ്ങന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ ജീവന് തന്നെ പലപ്പോഴും അപകടമായി മാറാറുണ്ട്. എന്താ ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള കാടും നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെയാണ്. ലെഫ്റ്റ് സൈഡിൽ റോഡിൽ മഞ്ഞ വരയുണ്ട്, സൈഡിൽ മഞ്ഞ കെട്ടുണ്ട്. ആ കെട്ട് മഞ്ഞ കറുപ്പ് വരകളൊക്കെ വെച്ചിട്ട് എന്തായാലും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. വാഹനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു ട്രാവലർ പോയിക്കൊണ്ടിരിക്കുക. ട്രാവലർ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ റോഡിന് വീതി കുറവായതുകൊണ്ട് ഓവർടേക്ക് ചെയ്യരുത് എന്നുള്ള സിമ്പിൾ കാണാം. ഇതപ്പോൾ അങ്ങനത്തെ സിമ്പിളാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നുണ്ട്, ടൂറിസ്റ്റ് ബസ്സാണ്. നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണല്ലോ വയനാട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾക്കും സഞ്ചാരികൾക്കും ഒരു ക്ഷാമമില്ല. ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, നിറയെ നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. ഇതപ്പോൾ ഒരു ഹെയർ പിൻ ബെൻഡ് ഇറങ്ങിയിട്ട് വലിയൊരു ലോറി വരികയാണ് കേട്ടോ. ലോറി വരുന്നു, നമ്മൾ അപ്പോൾ ആ സമയം ഹെയർ പിൻ ബെൻഡ് മുകളിലേക്ക് കയറണം. അവിടെ നിന്ന് വീണ്ടും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹെയർ പിൻ 8 ആയിരിക്കണം കേട്ടോ. നമ്മൾ മുമ്പിൽ പോണ ട്രാവലർ സിമ്പിളായിട്ടത് ഹെയർ പിൻ ഹെൽമെറ്റൊക്കെ മറികടന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് വലിയൊരു ലോറി വരുന്നുണ്ട്. നമ്മളിപ്പോഴും ട്രാവലറിൻ്റെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല കാടാണ് കേട്ടോ. അവിടെ ചൂരൽ പോലത്തെ മരങ്ങളൊക്കെ കാണാനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കെട്ടുണ്ട്. ഇത് നമ്മൾ ട്രാവലറിനെ മറികടന്നിരിക്കണം കേട്ടോ. ലെഫ്റ്റും റൈറ്റൊക്കെ ഫോറസ്റ്റ് റോഡ് തന്നെയാണ്. വീതി കുറവാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ തന്നെ ഇത് കൂടെ പോകണം. ലെഫ്റ്റ് സൈഡിലൊക്കെ കുഴിയാണ്. കുഴിയിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. നമുക്ക് എതിരായിട്ടൊരു ബസ് വന്നു. ഇവിടെ നമുക്ക് നല്ല മരങ്ങളാണ് കേട്ടോ. നല്ല മരങ്ങളും ശരിക്കും നല്ലൊരു നല്ലൊരു കാനന പാത തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഇതൊരു ബിൽഡിങ് പച്ചപ്പൊക്കെ പിടിച്ചിട്ട് വീണ്ടും നല്ല പച്ചപ്പിൻ്റെ ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റും റൈറ്റും നല്ല പച്ചപ്പ്. ഒരു സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ നമുക്കെതിരെ പോയി. ഓക്കെ, ഇതും കാനന പാത തന്നെയാണ്. നല്ല ഭംഗിയുള്ള റോഡ്, നല്ല സൈഡിൽ ഭംഗിയുള്ള നല്ല കാഴ്ചകൾ. ഒരു കാർ അവിടെ നിർത്തിയിട്ടിരിക്കുക. ഇടവും വലവും നല്ല പച്ചപ്പ് തന്നെ. വലിയ വലിയ മരങ്ങൾ, ചെറിയ വളവാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരുമ്പിൻ്റെ ബാരിക്കേഡാണുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറിയ വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ കാഴ്ച കാണാനൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെന്താണിത്? ഒരു കാർ കേടായി നിൽക്കുകയാണ്. അടുത്ത കാറിൽ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു വളവ്. ഇവിടെ നല്ല വെയിൽ താഴത്തേക്ക് തട്ടാത്ത തരത്തിൽ മരങ്ങൾ വളർന്ന് നിൽക്കണേ. നല്ല വേഗത്തിലാണ് വാഹനങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.
വളവിൽ ഇത്രയും വേഗത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരും അപകടത്തിൽപ്പെടും. ദൂരെ മലനിരകൾ കാണാണ്ട്, താഴ്വാരം. മരങ്ങളുടെ കൂട്ടമുട്ട് നമ്മൾ തെളിഞ്ഞൊരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ മരങ്ങളൊന്നുമില്ല, ദൂരത മലനിരകളും അതിൽ നിറയെ മരങ്ങളും. ലെഫ്റ്റ് സൈഡിൽ നല്ല താഴ്ചയുള്ള ഭാഗമാണ്. വലതുവശത്തൊരു പുൽമേട്, പാറക്കെട്ട്, അതിന് പിന്നെ നിറയെ പുല്ല്. നല്ല ഭംഗിയുള്ളൊരു സീനാണത്. ഇവിടെ കുറച്ച് വീതിയൊക്കെ ഉണ്ട്. വനംവകുപ്പിൻ്റെ ഒരു ബോർഡ് കാണാനുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വീണ്ടും താഴ്ചയുള്ള പ്രദേശമാണ്. ഇവിടെ കുറച്ച് വണ്ടി നിർത്താൻ ഉള്ള കുറച്ച് സ്പേസ് അവിടെ കാണാനുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിതാ മുന്നോട്ട് പോകുന്നു. വലിയൊരു ടവർ, കറണ്ട് കൊണ്ടുള്ള വലിയൊരു ടവറാണത്. ഒരു വണ്ടിയുടെ നിർത്തി വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ കാഴ്ചകൾ കാണാൻ നിർത്തിയാവും ചിലപ്പം. വേറെ ഒരു ബൈക്ക്, സ്കൂട്ടർ നിർത്തിയിട്ടുണ്ട് അവിടെ. ആളുകൾ നിൽക്കുന്നുണ്ട്. വേറെ സ്കൂട്ടർ വന്ന് നിൽക്കുന്നു. ഇവിടെ വണ്ടി നിർത്താൻ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ. താഴെ നല്ല വ്യൂ ആണ് കേട്ടോ. താഴെ നല്ല വ്യൂ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ വീതിയുണ്ട്. നമുക്കിവിടെ നിർത്താൻ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മളും ഇവിടെ നിർത്തണം. നമുക്കത് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. നമ്മൾ കുറച്ച് നേരം നിന്ന് നോക്കാൻ പോകണം. ശരിയാണ്, ഗംഭീരം കേട്ടിട്ട് താഴേക്ക് നന്നായിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതേ മധുസാറാണ്. മധുസാർ ഇവിടെ താമരശ്ശേരിയിൽ കുറേ കാലം തഹസാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സാറേ, താമരശ്ശേരി ചുരത്തെ പറ്റി പറയും സാറേ. ഇപ്പോൾ റോഡൊക്കെ ഒരുവിധം നല്ല വൃത്തിയിലും കുഴികളൊക്കെ അതെ, വൃത്തിയിലും കുഴിയൊക്കെ അടച്ച് നല്ല വീതിയൊക്കെ ആക്കിയിട്ടുണ്ട്. പണ്ടൊന്നും ഇത്ര ഉണ്ടാവില്ല, നല്ല റിസ്ക് റോഡായിരുന്നു പണ്ടുണ്ടായില്ല. ഇനിയും ഇത് വീതി കൂട്ടാനുള്ള ഒരു പ്രപ്പോസൽ ഗവൺമെന്റിന്റെ പക്കലുണ്ട്. ഉണ്ടല്ലേ? ഇഷ്ടംപോലെ മൃഗങ്ങളെ, കുരങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കാണാനുള്ള ഒരു സൗകര്യം. അതെ, നിറയെ കുരങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു, ഇവിടെ ഒരു കടുവക്കുട്ടിയെ കണ്ടു. ആൾക്കാർ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പിന്നെന്താ, നിറയെ വാഹനങ്ങൾ ധാരാളം പോകണം. പിന്നെ ട്രാഫിക് ബ്ലോക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പം അധികം ഉണ്ടാവാറുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവുമല്ലേ ചില സമയത്ത്. അത് ഏതെങ്കിലും ഒരു വാഹനം കേടായി റോഡിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക്, പിന്നെ അത് നന്നാക്കി മാറ്റുന്നവർ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ സാരഥി ഹരീഷാണ്. ഹരീഷ്, എങ്ങനെയുണ്ട് വന്ന വഴിയൊക്കെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇപ്പം വളവ് തുടങ്ങിയത് മുതൽ നല്ല റോഡാണ്. വയനാട് ചുരം തുടങ്ങിയത് മുതൽ നല്ല റോഡാണ്. അതിന് മുന്നേയൊക്കെ മോശം റോഡാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡായിട്ടാണ് കാണുന്നത്. നല്ല ഡ്രൈവിംഗ് അനുഭവമാണ്. നല്ല ഡ്രൈവിംഗ് അനുഭവം. നമ്മുടെ വണ്ടി ഹുണ്ടായി, എന്താണ് അവിടെ വെന്യൂ, ഹുണ്ടായി വെന്യൂ. സാറിൻ്റെ വണ്ടിയാണ് ഹുണ്ടായി വെന്യൂ. സാറ് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെ കേട്ടോ. താഴേക്ക് നന്നായിട്ട് കാണാം. ദൂരെ ഗംഭീര ബിൽഡിങ്ങും സ്ട്രക്ചറുകളൊക്കെ കാണാനുണ്ട്. ഓക്കെ, നമ്മുടെ ഹുണ്ടായി വെന്യൂവിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റൈലൻ വണ്ടിയാണ്, ഇൻറ്റീരിയറൊക്കെ കൊള്ളാം. വണ്ടി ഡീസലാണ്. ഇത് നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ്. നല്ലൊരു ആനവണ്ടി വരുന്നുണ്ട്. കോഴിക്കോട് TT. ഗൈസ്, ഇപ്പോൾ നമ്മൾ നിന്ന വ്യൂ പോയിൻറ്റിനേക്കാളും വലുതും വിശാലമായ വ്യൂ പോയിൻറ്റ് മുകളിൽ വേറെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്തായാലും വണ്ടി താഴോട്ട് പോയാൽ അപകടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കെട്ടൊക്കെ സൈഡിലുണ്ട്. റോഡ് സൈഡ് മഞ്ഞവര വരച്ചിട്ടുണ്ട്, നടുക്ക് വെളുത്തവരയുണ്ട്. എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചൊക്കെ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് മുകളിലേക്കെത്താം. നല്ല തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വ്യൂ പോയിൻ്റ് കാണാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ഇതിന് മുമ്പൊരിക്കൽ വഴിക്ക് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, എല്ലാ വളവിലും പോലീസ് നിൽക്കുകയായിരുന്നു. കാരണം ആളുകൾ വണ്ടി നിർത്തിക്കേട്ട് അവിടെ സമയം ചിലവഴിക്കുക. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ബ്ലോക്ക് ആവും. ആ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ കാവ് നിൽക്കുക, എന്നിട്ട് വണ്ടിക്കാരെ അവിടെ നിൽക്കാൻ വയ്ക്കാണ്ട് കടത്തി വിടേണ്ടിയിരുന്നു.
അപ്പോൾ അത്തരം സന്ദർഭം വരുമ്പോൾ അവിടെ എന്തൊരു തരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല, ചെറിയ ട്രാഫിക് ബ്ലോക്ക് വന്നാലും വണ്ടികളുടെ ഇടയിൽ കുത്തിക്കയറ്റി ആകെ അലമ്പാക്കി ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ നമുക്ക് റോഡിൽ നിറയെ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പല ഭാഗത്തും കുരങ്ങന്മാർ കണ്ടു. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഈ പ്രദേശത്തേക്ക് മാത്രമുള്ള റോഡ് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നെല്ലിയാമ്പതിക്കാണെങ്കിൽ ആ റോഡ് ഉണ്ടെങ്കിൽ അത് നെല്ലിയാമ്പതി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അതുപോലെ തിരിച്ചു വരണം. പക്ഷേ ഇവിടുത്തെ ഒരു നാഷണൽ ഹൈവേയുടെ ഭാഗമായതുകൊണ്ടും ഇത് കൂടെ തന്നെയാണ് അടുത്ത തമിഴ്നാട്ടിലേക്കും കിടക്കാം, കർണാടകയിലേക്കും കിടക്കാം, മൈസൂരിലേക്കും അവിടെ നാടുകാണി കൂടലൂർ വഴിയൊക്കെ പോകാം ഈ റോഡെല്ലാം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നല്ല തിരക്കുണ്ട്, നിറയെ വാഹനങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിറയെ ബസ്സാണ് ഈ വഴിക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് വയനാട്ടിൽ ഉൾത്താമ്പത്തേരിയോ മാനന്തവാടിയോ ആ പ്രദേശങ്ങളൊക്കെ സുഖമായിട്ട് ബസ്സിൽ തന്നെ പോയിട്ട് വരാം. ഇപ്പോൾ ഇത് നല്ലൊരു ഹെയർ പിൻ ബെൻഡാണ്, അതൊക്കെ സ്മൂത്തായിട്ടാണ് വണ്ടി കയറി പോണത്. നല്ല വീതിയുണ്ട്, നല്ല ഭംഗിയിൽ അത് നിർമ്മിച്ചിട്ടുണ്ട്. കോടമഞ്ഞ് കാണാനുണ്ട് കേട്ടോ, നന്നായിട്ട് കോടമഞ്ഞുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മഴക്കാറാണോ കോടമഞ്ഞാണോ എന്തായാലും അന്തരീക്ഷം ഒന്ന് ഇരുണ്ടിട്ടുണ്ട്. അങ്ങനെ ഓക്കെ കർണാടക സ്റ്റേറ്റിൻ്റെ വണ്ടിയാണ് കടന്നു പോയത് അല്ലേ ഹരീഷ്? ഇവിടെ നന്നായിട്ട് മഴക്കാറോ മഞ്ഞോ എന്തൊക്കെയോ ഉണ്ട്. കാർമേഘം മൂടിയിട്ടുണ്ട്. നല്ല നല്ല കൂളായ അന്തരീക്ഷമാണ് എന്തായാലും, അടിപൊളി. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നല്ല കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം 11 ഓക്കെ. ഗൈസ്, ഇപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരത്തിലെ ഏറ്റവും വലുതും മനോഹരമായ വ്യൂ പോയിൻറ്റിലേക്കാണ് എത്തുന്നത്. ഇവിടെ നോക്കൂ, നല്ല വീതിയുണ്ട്, നല്ല സൗകര്യമുണ്ട്. വലതുവശത്തൊക്കെ നോക്കൂ, വിശാലമായ കൈവരിയാണ്. അപ്പോൾ ആളുകൾക്ക് പിടിച്ച് നിൽക്കാനും നോക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കണ്ടറിയാം, ഈ പാറ പൊട്ടിച്ച് ഇറക്കിയിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് വണ്ടി നിർത്താനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി കണ്ടു എന്ന് വെച്ചിട്ട് വലിയ തടസ്സം വരാൻ പോകില്ല. എന്താ നോക്കുക, ഇവിടെ നിറയെ വണ്ടികളാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരത്തിൻ്റെ നല്ലൊരു കാഴ്ച കഴിഞ്ഞു എന്ന് പറയാം. ഇത് കഴിഞ്ഞാൽ നേരെ അടുത്ത നമ്മൾ വയനാട് ജില്ലയിലേക്ക് കയറുകയാണ്. തൊട്ടടുത്ത് തന്നെ ലക്കിടി. അവിടെ എത്തിക്കഴിഞ്ഞാൽ വയനാട് ജില്ലയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ വലിയ കമാനൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം നിർത്തുക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക. ഓക്കെ, ചില സമയത്താണെങ്കിലേ ഇവിടെ നല്ല തിരക്കായിരിക്കും. സഞ്ചാരികളെല്ലാവരും തന്നെ ഇവിടെ ഇറങ്ങി കാഴ്ചകൾ കണ്ടിട്ടേ പോവുള്ളൂ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടില്ല, അതുപോലെ തിരക്ക് തന്നെ ഉണ്ടാവും. ചില സമയത്താണെങ്കിൽ നല്ല കോടമഞ്ഞും നല്ല കാഴ്ച തന്നെയാവും കേട്ടോ. അതെ, ഇവിടെ നല്ല കോടമഞ്ഞാണ്. നമ്മൾ നേരത്തെ താഴെന്ന് പറഞ്ഞ പോലെ കണ്ടോ, ഇവിടെയൊക്കെ നോക്ക് നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്, നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഓ, ഗംഭീര വ്യൂ. താഴെ നമുക്ക് റോഡ് കാണാം. അവിടെ എന്താ ചെയ്യണേ? ആൾക്കാർ ഇറങ്ങി വേസ്റ്റ് എടുക്കണ്ടോ അവിടെ? ഗൈസ്, ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ആൾക്കാർ ഇറങ്ങിയിട്ട് ഇവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കയറൊക്കെ കെട്ടിയിട്ട് ചുരത്തിലിറങ്ങി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവിടെ ടൂറിസ്റ്റുകളും ആൾക്കാരൊക്കെ വന്നിട്ട് വേസ്റ്റൊക്കെ ധാരാളം ഇട്ട് ആകെ മലിനമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കയറ് കെട്ടി ഇറങ്ങി നല്ല റിസ്ക് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ റോഡ് കാണാം കേട്ടോ, സെൻട്രൽ ഭാഗത്തായിട്ട് റോഡ് കാണാം. നിറയെ ആളുകൾ ഉണ്ട്. ഇവിടെ വടം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, ആളിറങ്ങിയിരിക്കുകയാണ്. സാഹചര്യന്മാരായ ആൾക്കാർ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.